അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചത് പാവപ്പെട്ടവനായ അലിയാര് തങ്ങളാണ്. പടച്ചവനെ, ഒരു ദിവസം അതാ അലിയാര് നിങ്ങൾ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് രാത്രിയിൽ കടന്നു വരുമ്പോ ഫാത്തിമയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തു പറ്റി ഫാത്തിമ, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ? ഫാത്തിമ പറഞ്ഞു, ഒന്നുമില്ല. എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. അവസാനം അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയുടെ അടുത്ത് വന്നിരിക്കുമ്പോ കയ്യിലൊന്ന് പിടിക്കുകയാ. സുബ്ഹാനല്ലാഹ്, കയ്യിൽ പിടിക്കുമ്പോ ഫാത്തിമ നിലവിളിച്ചുകൊണ്ട് കൈവലിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലൊന്ന് പിടിച്ചപ്പോ ഫാത്തിമ ബീബി കരയാൻ തുടങ്ങി. അലിയാര് തങ്ങൾ നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുകയാ. കല്ലുകൊണ്ട് കല്ല് പിടിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്തിട്ട് വീട്ടു ജോലി ചെയ്തിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അലിയാര് തങ്ങൾ പാവപ്പെട്ടവനാ. അവിടുത്തെ കഷ്ടപ്പാട് എന്തെന്നറിയോ? അലിയാര് തങ്ങൾ ഗോതമ്പ് മേടിച്ചു കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും. ഫാത്തിമ ബീവി അത് ആട്ടുകല്ലിൽ പൊടിച്ചിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കും. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ ആ കുടുംബം കഴിയുന്നത്. അവിടെ വല്ലാത്ത ജോലിയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ, കല്ല് പിടിച്ച കൈ പൊട്ടുവോ? പൊട്ടും പെങ്ങളെ. ഫാത്തിമ ബീവിയുടെ തിരക്കും ഫാത്തിമ ബീവിയുടെ കഷ്ടപ്പാടും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതിന് ഫാത്തിമ ബീവിയുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് ആൺകുട്ടികളുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകൾക്ക്. ഈ ഹസനും ഹുസൈനും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസം. രണ്ടു മക്കളും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ മക്കളെ എങ്ങനെയാണ് ഫാത്തിമ ബീവി ഉറക്കുന്നതെന്നറിയോ? 2 മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഫാത്തിമ ബീവി ഒരു കയറിന്റെ ഒരു ഭാഗം ആ തൊട്ടിലിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. മറുഭാഗം തന്റെ കാലിൽ കെട്ടിയിട്ടിട്ടുണ്ട്. തന്റെ പൊന്നാര മക്കള് കരയുമ്പോ ഫാത്തിമ ബീവിക്ക് എഴുന്നേറ്റ് പോയി തന്റെ മക്കളെ ആട്ടി അവരുടെ കരച്ചിൽ മാറ്റാൻ പറ്റാത്തത് കാരണം തന്റെ കാലുകൊണ്ടിങ്ങനെ ആട്ടിയാണ് തന്റെ മക്കളെ പോലും ഉറക്കിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അത്രത്തോളം കഷ്ടപ്പാട്, അത്രത്തോളം പ്രയാസം. ഫാത്തിമയുടെ സങ്കടം, ഫാത്തിമയുടെ അവസ്ഥ കണ്ടപ്പോ അലിയാര് തങ്ങൾക്കും വല്ലാത്ത സങ്കടമായി. അങ്ങനെ രണ്ടുപേരും കൂടെ രാത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. രണ്ടുപേരും രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, ഫാത്തിമ, ഫാത്തിമ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിന്റെ പ്രയാസം മാറാൻ ചെവിയിലടിക്കല്ലേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയോട് പറയുന്നു, ഞാൻ പറഞ്ഞു തരാം ഒരു വഴി. അലിയാര് തങ്ങൾ പറയുമ്പോ ഫാത്തിമ ചോദിച്ചു, എന്താണ് അലിയെ? ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, നീ നാളെ നിന്റെ വാപ്പാനെ കാണാൻ പോകണം. നീ നിന്റെ ഉപ്പാനെ നാളെ കാണാൻ പോകണം. എന്നിട്ട് നിന്റെ സങ്കടമെല്ലാം പറയണം. ഈ കൈ കാണിച്ചു കൊടുക്കണം വാപ്പാനോട്. എന്നിട്ട് നിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്, പരാതി എന്താണ്, നിന്റെ പ്രയാസങ്ങളെ കുറിച്ച് നിന്റെ വാപ്പയോട് നീ പറയണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നീ ഉപ്പാനോട് ചോദിക്കണം, ഉപ്പാ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരെണ്ണത്തെ എനിക്ക് താ വാപ്പ. ഒരടിമ എനിക്കിതാ. ഒരടിമ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹായമായി. ഫാത്തിമ, നിന്റെ കഷ്ടപ്പാട് മാറും, നിന്റെ പ്രയാസം മാറും, നിനക്ക് സഹായത്തിന് ഒരാളെ കിട്ടുമല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ചിന്തിച്ചു, പടച്ചവനെ, അലിയാര് തങ്ങൾ പറഞ്ഞത് ശരിയാ. പാപ്പാടെ കയ്യിൽ ഒരുപാട് അടിമയുണ്ട്, ഒരാളെ കിട്ടിയാൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ തീരുമല്ലോ. അങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ജോലിയെല്ലാം കഴിഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നീ നിന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് പോ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വലിയ പ്രതീക്ഷയോടുകൂടി തന്റെ പിതാവിനെ കാണാൻ നബി തങ്ങളുടെ വീട്ടിലേക്ക് പോകുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവിനെ കാണാൻ ഫാത്തിമ അവിടുന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലില്ല. നബി തങ്ങൾ അന്ന് നേരം വെളുത്തപ്പോഴേ ഒരു യാത്ര പോയി. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി. വാപ്പയെ കാണാതെ വന്നപ്പോ വല്ലാത്ത സങ്കടമായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ സങ്കടം പറയുകയാണ്. ഉമ്മ, വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ, വല്ലാത്ത ജോലിയാ ഉമ്മ, എന്റെ കൈ കണ്ടോ ഉമ്മ, ജോലി ചെയ്തിട്ട് കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന നബി തങ്ങളുടെ പൊന്നാര മകള് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ ചരിത്രം മുഴുവനും പറയുകയാണ്. ഉമ്മ, വാപ്പ വരുമ്പോ പറയണ്, എനിക്കൊരടിമയെ വേണം, എനിക്കൊരടിമയെ വേണം. ഉമ്മ പറയണം, എനിക്ക് തന്നേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ഫാത്തിമ ബീബി ആയിഷ ഉമ്മയോട് പറയുകയാണ്. ആയിഷ ബീബി സമാധാനിപ്പിക്കുകയാ, ഞാൻ ഉപ്പ വരുമ്പോ പറയാ. ഫാത്തിമ, നീ സമാധാനത്തോടെ പോ, അല്ലാഹുവിന്റെ റസൂല് വരുമ്പോ ഞാൻ പറയാ നിന്റെ കാര്യങ്ങള്. അങ്ങനെ ഫാത്തിമ ബീബിയെ തിരിച്ച് പറഞ്ഞു വിട്ടു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയാണ് കടന്നു വരുന്നത്. ഒരുപാട് താമസിച്ചാണ് നബിതങ്ങൾ വന്നത്. അന്ന് താമസിച്ചാണ് നബിതങ്ങൾ വന്നത്. ക്ഷീണത്തോടെ നബിതങ്ങൾ വീടിനകത്ത് കയറി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കിടക്കാൻ പോകുമ്പോ ആയിഷ ബീബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ. കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. അടിമയെ വേണമെന്ന് പറയുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബീവി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ നബിതങ്ങളുടെ മുഖം പാടിയടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് പാടുകയാണ്. നബിതങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റു. എനിക്ക് എന്റെ മകളെ കാണണം, എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം. അല്ലാഹുവിന്റെ റസൂലിനോട് അലിയാർ അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ, രാത്രിയായി നബിയേ, രാവിലെ പോകാൻ നബിയേ, സുബഹി കഴിഞ്ഞു പോകാൻ നബിയേ. നബിതങ്ങൾ പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം. ആ പാതിരാത്രിയിൽ തന്നെ നബിതങ്ങളെ ഇറങ്ങിയടോ. ആ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന നബിതങ്ങൾ ആ രാത്രിയിൽ തന്നെ പൊന്നാര മകളെ കാണാൻ ഇറങ്ങി. ഫാത്തിമ ബീബിയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞു. അവിടെ നിന്ന് സലാം അടക്കി നബിതങ്ങൾ വീടിനകത്തേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇരിക്കലിയേ, ഇരിക്കു ഫാത്തിമ. രണ്ടുപേരെയും നബിതങ്ങൾ പിടിച്ചിരുത്തി. രണ്ടുപേരുടെ ഇടയിലിരുന്നു. ഫാത്തിമ എന്ന കരളിന്റെ കഷ്ടമായ പൊന്നുമകളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ചരിത്രമാണ്. ഒരു വാപ്പ ആരാകണമെന്നറിയോ? ഒരു വാപ്പ ആരാകണമെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. എടുത്ത് ചാടാൻ പാടില്ല, പടച്ചവനെ വാശി കാണിക്കാൻ പാടില്ല. അതാ സമാധാനത്തോടെ വേണം ഒരു വാപ്പ പെരുമാറാറ്. അല്ലാഹുവിന്റെ പ്രവാചകന് കൈപൊട്ടികെട്ട് സങ്കടം പറഞ്ഞ് വീട്ടിൽ വന്ന് പരാതി പറഞ്ഞ ആ പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? പടച്ചവനെ, കഷ്ടപ്പാട് കാരണം കൈപൊട്ടികെട്ട് സങ്കടം പറഞ്ഞ പൊന്നുമകളോട് രാത്രിയിൽ നബിതങ്ങളെന്ന് പറയുന്ന പിതാവ് ചോദിച്ച ചോദ്യമാണ്, ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം. എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നിന്റെ വീട്ടിനകത്തുള്ള സൗകര്യം പോലെ മരുമകന്റെ വീട്ടിലുണ്ടാകണമെന്നില്ല, സമ്പത്തുണ്ടാകണമെന്നില്ല. അവിടെ കഷ്ടപ്പാടായിരിക്കാം, അവിടെ ദുരിതമായിരിക്കാം, പടച്ചവനെ പ്രയാസമായിരിക്കാം, അവിടെ
അല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ വരാ. നിന്റെ പൊന്നാര മകള് നിന്നോടൊരു സങ്കടം പറയുമ്പോ നീ ആരെ പോലെയാകണമെന്നറിയോ? നിബിതങ്ങളെ പോലെയാകണം ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട് പറയുകയാണ്, ഇന്ന് കുടുംബജീവിതം തകരുകയാണടോ. എത്രയോ മക്കള് തീമാവുകയാണ്, പെണ്ണുങ്ങള് വിധവയാവുകയാണ്. പടച്ചവനെ എന്ന് തലാക്ക് പറയാ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കാണിക്കുന്നതാണ് സ്നേഹമെന്ന്. മരുമകന്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് മകള് പറയുകയാണ്, വയ്യ ഉപ്പാ, സങ്കടമാ, കഷ്ടപ്പാടാ. പിതാവ് പറയുന്ന, ഒരു വണ്ടി വിളിച്ചു വന്നേക്കുമോള്, ഇല്ലെങ്കിൽ ഉപ്പ ഒരു വണ്ടി പറഞ്ഞു വിടാ, നീ റെഡിയായി നിൽക്ക്. പടച്ചവനെ, അതാ ഇന്നത്തെ കുടുംബജീവിതം ഇങ്ങനെയായി പോകുന്നടോ. അതാ വാപ്പയെക്കാല് പടച്ചവനെ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കുടുംബക്കാര് സമ്മതിക്കാത്ത കാലമാ. നബിതങ്ങൾ എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകള് കല്ല് പിടിച്ചിട്ട് കൈപൊട്ടിയത് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചത്, മോളെ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്ത അല്ല തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? ഇതാ വാപ്പ. നമ്മളെന്ത് പറയും? വണ്ടി വന്നേക്കും, ഒന്നുകിൽ നീ തന്നെ വിളിച്ചു വാ, ഒന്നുകിൽ നീ തന്നെ വണ്ടി വിളിച്ചു വാ, ഇല്ലെങ്കിൽ റെഡി ആയിക്കോ, വണ്ടി വരും, വാരി കെട്ടിക്കോ, പോയേക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു, എത്രയോ കുട്ടികൾ യതീമായി പോകുന്നു. ഒരു പ്രശ്നവുമില്ല. നമുക്ക് വാശിയ. എടോ, ഭാര്യയും ഭർത്താവും കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമേ ഏതു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിലുള്ളൂ. ഒരു 10 മിനിറ്റ് മനസ്സു തുറന്ന് സംസാരിച്ച തീരുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പാപ്പ പറയും, ഇനി വിളിച്ചാ ഫോൺ എടുക്കണ്ട കേട്ടോ, ഓഫാക്കി വെച്ചേരെ. ഉമ്മ പറയാ, വാശിയ. പയ്യനെക്കാളും വാശി പയ്യന്റെ ഉമ്മയ്ക്ക്. അതാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അപ്പുറത്ത് നേരെ തിരിച്ചു, വല്ലാത്ത വാശി. എടോ, ഇന്ന് ബന്ധമൊഴിയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. സോപ്പ് കാരണം കല്യാണ ബന്ധം മുടങ്ങിയവരില്ലേ? ഒരു സാരി കാരണം കല്യാണ ബന്ധം മുടങ്ങിയവരില്ലേ? എന്നാലും ചോദിക്കേ, ഒരു പെണ്ണ് കുളിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും സ്വന്തമായിട്ട് സോപ്പുമായിട്ട് കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞു ആ സോപ്പ് തിരിച്ചു കൊണ്ടുവന്ന് റൂമിൽ വെക്കും, നാളെ പോകുമ്പോ കൊണ്ടുപോകും. അതാ പെണ്ണ് അങ്ങനെയാണ് വളർന്നത്. അപ്പൊ സ്ഥിരമായി ഇങ്ങനെ സോപ്പ് കൊണ്ടുപോയി ഒരു ദിവസം ഭർത്താവിന്റെ സഹോദരി നോക്കുമ്പോ ഈ പെണ്ണ് സോപ്പുമായിട്ട് കുളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ? ഞാനിത് റൂമിൽ കൊണ്ടുവെക്കാൻ പോവുകയാ. അപ്പൊ ഓള് ചോദിച്ചു, ഇവിടെ എന്താ വല്ലവർക്കും പകരുന്ന രോഗം വല്ലതും ഉണ്ടോ? തുടങ്ങി. ആ ഒരു സോപ്പ് കാരണം ആ ഭാര്യയും ഭർത്താവും പിരിയേണ്ടി വന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഇന്നത്തെ കാരണങ്ങൾ. എനിക്കറിയുന്നൊരു പയ്യൻ തന്നെ, ഞാൻ ചോദിച്ചു, കല്യാണത്തിന് വിളിച്ചു, പോകാൻ പറ്റിയില്ല എനിക്ക്. 1 മാസം കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എടാ, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല, എന്തോ തിരക്കൊക്കെ ആയിപ്പോയി. എങ്ങനെയുണ്ടടാ ജീവിതമൊക്കെ? ഭാര്യ എന്തേ? അവള് പോയി ഉസ്താദേ. അവൻ പറയുന്നു, ഓള് പോയെന്ന്. ഞാൻ ചോദിച്ചു, എന്തേ? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അതിന്റെ പേരിൽ ഓള് പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണോ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്? നിസ്സാര കാര്യങ്ങൾ. ഇന്ന് ആരും അതൊന്നും പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. സാധാരണ മസ്ലഹത്തിനൊന്നും ഞാൻ പങ്കെടുക്കാത്ത ആളാ. അങ്ങനെ ഇരിക്കുമ്പോൾ യാദർശികമായി ഒരു ദിവസം പള്ളിയില്, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ യാദർശികമായിട്ട് എനിക്ക് വെള്ളിയാഴ്ച ദിവസം ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ 40 പേരുണ്ട്. 2 കുടുംബത്തിൽ നിന്ന് വക്കീലുണ്ട്, അഡ്വക്കേറ്റിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാനും പേപ്പർ ഒപ്പിടാനും. അങ്ങനെ വലിയ എല്ലാവരും കൂടെ കമ്മിറ്റി ഓഫീസിനകത്തിരുന്നിട്ട് വലിയ ബഹളം. അപ്പൊ ഞാനിങ്ങനെ മിണ്ടാതെ ഇരുന്നു. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദിനൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കെന്നാ പറയാനാ, ഞാനെന്ത് പറയാനാ? എനിക്ക് നിങ്ങളോട് ആരോടും എനിക്ക് സംസാരിക്കണ്ട, ഈ പയ്യനോടും പെണ്ണിനോടും എനിക്കൊന്ന് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ, ചർച്ചയെല്ലാം കഴിഞ്ഞതാ, ഇനി ഒരു ചർച്ചയില്ലെന്ന്. സംസാരമെല്ലാം കഴിഞ്ഞു, ഇനി എന്തിനാ സംസാരം? എല്ലാം കഴിഞ്ഞു. അപ്പൊ പയ്യന്റെ വീട്ടുകാർ പറഞ്ഞു, എന്താ ഇമാമ സംസാരിച്ച? എന്താ ഇമാമ സംസാരിക്കട്ടെ. അങ്ങനെ എനിക്ക് വേണ്ടി പിന്നെ വഴക്കായി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ 10 മിനിറ്റ് സംസാരിക്കാൻ തന്നു. രണ്ടിനെയും കൂടെ വിളിച്ചോണ്ട് മദ്രസയുടെ മുകളിൽ പോയി. 2 പേരോടും ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങാതി, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. എന്റെ റഹ്മാനായ അള്ളാഹ്, ഇവർ 2 പേരും കൂടെ അങ്ങോട്ട് തുടങ്ങി. ബദർ, ഉഹദ്, ഹന്തക്കൊക്കെ അവിടെ നടന്നടോ. മുമ്പിൽ ഇരിക്കുന്നത് ഒരു ഉസ്താദാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് മുഴുവനും വെളിയിലേക്ക് ഇറക്കി വെച്ചു. അവസാനം ഒരുപാട് ചർച്ചകൾ, 2 പേരും എല്ലാം പറഞ്ഞ് ക്ഷീണിച്ചു. ഇത്തിരി വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 2 പേർക്കും പോട്ടെ, കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഒന്ന് ജീവിച്ചുകൂടെ? ഇവളുടെ കൂടെയോ? ഇവളുടെ കൂടെ ഉസ്താദെ? ഞാൻ ഒരിക്കലില്ല ഇവളുടെ കൂടെ.
അങ്ങനെ അവസാനം രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു. ഞാൻ അവസാനം പറഞ്ഞു, എന്തായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു, നിങ്ങൾ താഴെ ഇറങ്ങി ചെന്ന് പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും രണ്ടായി. അതുകൊണ്ട് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകും, പോട്ടെ, പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ വാതിലടച്ചു പുറത്തിറങ്ങി. മദ്രസയുടെ വാതിലും കണ്ട് ചാരിയിട്ട് പുറത്തിറങ്ങി. പടച്ചോനെ, 5 മിനിറ്റ് കഴിഞ്ഞു, രണ്ടെണ്ണത്തിനെയും കാണുന്നില്ലടോ. എനിക്ക് ബേജാറായി. താഴെ ഒരടിക്കുള്ള ആളിരിക്കുന്നുണ്ട്, വിളിച്ചോണ്ട് വന്നതല്ലേ, വല്ലാത്ത ടെൻഷൻ. അവസാനം ഇവരിറങ്ങി വരുന്നില്ല. അവസാനം ഞാൻ റൂം തുറന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട്. ഇല്ല ഉസ്താദെ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. ഞാൻ അവരോട് പറഞ്ഞ ഒരു ഉപദേശം, ഈ പുറകിലൂടെ കാണുന്ന വഴി കൂടെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്ക്, വീട്ടിൽ പോകരുത്. എടോ, ഇന്നത്തെ സംഭവം ഞാൻ പറഞ്ഞത്, ഇതൊരു യാഥാർത്ഥികമാണ് ഞാൻ പറയുന്നത്. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം എന്തെല്ലാം വഴികൾ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ ഒരുമിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ഒരുമിപ്പിക്കേണ്ടതിന് പകരം നമ്മുടെ വാശിയും ഈഗോയും നമ്മൾ തീർക്കുന്നത് ആ ബന്ധത്തിലാണ്. എന്നാൽ നബിതങ്ങൾ ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട്. ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിന്റെ കഷ്ടപ്പാടും നീ ജീവിച്ച ചുറ്റുപാടും നീ അതെല്ലാം നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പിതാവിന്റെ ജോലി എന്താ, ശമ്പളം എന്താ, എങ്ങനെയാ വളർത്തുന്നത്, പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് പറഞ്ഞു കൊടുത്തു, ഭക്ഷണം വെച്ച, തുണി കഴുകിയ, വീട് തൂത്ത, എല്ലാത്തിനും അള്ളാഹു തരുന്ന പ്രതിഫലം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിഫലം പറയുകയാ, ഫാത്തിമ, ഭക്ഷണം വെച്ചാൽ ഇന്ന പ്രതിഫലമാണ്, വീട് തൂത്താൽ ഇന്ന പ്രതിഫലമാണ്, വസ്ത്രം കഴുകിയാൽ ഇന്ന പ്രതിഫലമാണ്. പൊന്നാര മകളോട് നബി തങ്ങൾ ഓരോന്നും അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം ചോദിച്ചു, ഫാത്തിമ, ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, ഒരടിമയെ ലഭിക്കുന്നതിനേക്കാ നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാ. നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ വാപ്പാ, എന്താ വാപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളോട് ആ പാതിരാത്രിയിൽ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയോ? ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറയണേ മോളെ, ഈ ദിക്ർ പറയണേ മോളെ. ഇതാണ് നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു നന്മയെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഞാൻ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. അതാ ഫാത്തിമ എന്ന് പറയുന്ന നബി തങ്ങളുടെ പൊന്നാര മകള് മരിക്കുന്ന ദിവസവും പറഞ്ഞു, പെങ്ങള്, മരിക്കുന്ന ദിവസവും ഫാത്തിമ ബീവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി തങ്ങൾ പറഞ്ഞ ഈ നന്മ മുടക്കിയിട്ടില്ല. അലിയാർ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ ബിൻ റസൂലില്ലാഹ്. അലിയാർ തങ്ങൾ മുടക്കിയിട്ടില്ല. അലിയാർ തങ്ങൾ പറയുകയാ, ഞാനും ഇന്ന് വരെ മുടക്കിയിട്ടില്ല, മരിക്കുന്നത് വരെ മുടക്കാറുമില്ല. പടച്ചവനെ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു നന്മയാടോ? അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഇത് നിസ്സാരമായി കാണരുത്. ഉസ്താദേ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതാണോ വഅദ പറയുന്നത്? ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? എടോ, നമുക്കിതൊക്കെ ചെറുതായി പോയടോ. എന്നാൽ
പോയാൽ ഇതിന്റെ പ്രതിഫലം നമുക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനത്തിലെ പാവപ്പെട്ട മുഹാജിറുകൾ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാണ്, സമ്പന്നന്മാര് സ്വർഗം കൊണ്ടുപോയി നബിയേ, പ്രതിഫലം മുഴുവനും അവര് കൊണ്ടുപോയി നബിയേ. അവര് വർഷാവർഷം ഹജ്ജ് ചെയ്യുന്നു, തോന്നുമ്പോ ഉംറയ്ക്ക് പോകുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവര് സദഖ കൊടുക്കുന്നു, അവരെല്ലാ നന്മകളും ചെയ്യുന്നു. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നബിയേ. ഏത് കാലത്ത് ഹജ്ജിന് പോകാനാ, ഏത് കാലത്ത് ഉംറയ്ക്ക് പോകാനാ? ഞങ്ങളുടെ കയ്യിലിട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ വേറെ ഒരു ജോഡിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബ് സുഫിൽപ്പെട്ട സഹാബികൾ നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? സഹാബ, ഹജ്ജ് ചെയ്ത കൂലി വേണോ? ഹജ്ജ് ചെയ്ത കൂലി വേണോ? പെങ്ങളെ, ഹജ്ജ് ചെയ്ത കൂലി നിനക്ക് വേണോ മോളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യർ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, നിസ്കാരപ്പായിലിരുന്നിട്ട് ഒരു മനുഷ്യനെ ദിക്ർ പറഞ്ഞ അവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്ന് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ഈ ദിക്ർ പറഞ്ഞാൽ നിനക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ നമുക്കിത് നിസാരം, നമുക്ക് ഇത് നിസാരം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മൾക്ക് സമയമില്ലടോ. ഇന്നത്തെ ദിവസം 5 പ്രാവശ്യം പറയാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി. എത്ര പേര് പറഞ്ഞു? എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നബിതങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതാണ് നിനക്ക് നന്മ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? എന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രി വഅദ് കഴിഞ്ഞു, തിരിച്ചു വീട്ടിൽ പോയി, എല്ലാം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ കിടക്കുന്നതിന് വേണ്ടി കട്ടിലിന്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു നന്മയാണല്ലോ, ഫാത്തിമ മരിക്കുന്ന കാലം വരെ പറഞ്ഞ ഒരു നന്മയാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ ഇന്നത്തെ ഒറ്റ രാത്രി കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ഇൻഷാ അല്ലാഹ് ഉസ്താദേ, ഞാൻ ഈ ദിക്ർ പറഞ്ഞിട്ട് ഉറങ്ങൂ എന്ന് നിയ്യത്ത് ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയാന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഇന്നത്തെ ഒരു രാത്രി അരക്കയ്യന്മാരെ ഒന്നും അല്ലാഹ് അവിടെ കേറ്റത്തില്ല. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ, ഒറ്റ ചാൻസേ ഉള്ളൂ. ഇന്നത്തെ ഒരു രാത്രി ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഈ കൈ പൊക്കിയെങ്കിൽ നീ ഉറപ്പിച്ചോ, നിനക്ക് ജന്നാത്തിൽ ഫിർദൗസ് ഉണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സില്ലാത്തവനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഓന് മനസ്സ് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂലല്ലോ. അതുകൊണ്ട് സഹോദര, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ 3 ദിക്ർ പറഞ്ഞിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവെ, ഈ ഉയർത്തിയ കൈ മരിക്കുവോളം ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. അള്ളാഹുവെ പടച്ചവനെ, നീ ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, നീ നല്ല മരണം നൽകണേ തമ്പുരാനെ. എന്തായാലും ബക്കറ്റ് എടുത്ത് ഇൻഷാ അല്ലാഹ് സഹോദര, ഒരിക്കലും നഷ്ടമാകില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ. ഞാൻ ഇന്ന് പള്ളിയിൽ ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 3 മക്കളുണ്ട്, 3 മക്കളുണ്ട് ഹോസ്പിറ്റലിലെ ഉസ്താദെ, ബ്ലഡ് ക്യാൻസറിന്റെ അടയാളങ്ങൾ കാണുന്നു, ക്യാൻസർ രോഗമാണെന്ന് തോന്നുന്നു ഉസ്താദെ, വല്ലാത്ത പ്രയാസവ, 10, 35, 40 ലക്ഷം രൂപ വേണം, ഒന്ന് ദുആ ചെയ്യണേ എന്ന്. സഹോദര, ഇതാണ് രോഗങ്ങൾ. പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങളെടുത്ത് നോക്കിക്കേ, ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ, അല്ലെങ്കിൽ കിഡ്നി രോഗം, അല്ലെങ്കിൽ കരൾ രോഗം, അല്ലെങ്കിൽ സ്ട്രോക്ക് പിടിച്ച് കിടക്കുന്നവർ. ഇവിടെ ഒരു വീട്ടിൽ ഒരു രോഗിയുണ്ടോ ഇന്ന്?
എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലും മാറാത്ത രോഗങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദര, നിന്റെ കിഡ്നിയോ നിന്റെ കരളോ അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടോ നിനക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാരകമായ രോഗങ്ങൾ, വിപത്തുകൾ അത് തടയും സദഖ. അതുകൊണ്ട് ഈ ബക്കറ്റിന്റെ അകത്തേക്ക് മനസ്സറിഞ്ഞിട്ട് ബിസ്മില്ലാ, അവരവരുടെ കയ്യിലുള്ളതിട്ടോ, ചെറുതോ വലുതോ ഒന്നും നീ നോക്കരുത്. നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത്, അൽഹംദുലില്ലാ, നിങ്ങളുടെ പള്ളിയുടെ ഹൗദിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. നിങ്ങളുടെ നാട്ടിലെ പള്ളിയുടെ ഹൗദിന്റെ പണി, പല പണികളും പള്ളിയിൽ കട്ടയൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് കണ്ടു. സഹോദരൻ, നിന്റെ കയ്യിലുള്ളത് നീ കൊടുക്ക്, നിനക്കൊരിക്കലും നഷ്ടമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കൊണ്ട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയോ? പെങ്ങളെ നോക്കുമോളെ, ഈ പറയുന്ന സ്വഭാവമുണ്ടോ? സഹോദര, ഈ പറയുന്ന സ്വഭാവമുണ്ടോ? അല്ലാഹു പറയുന്നു രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയോ? അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് ദുഃഖം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമടോ. അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണ്. അവർ അല്ലാഹുവിൽ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാണ്. വയദുഊനനാ റഗബൻ വറഹബാ. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, നമ്മളിൽ പലരും ദുആ ചെയ്യുന്നവരാ, നമ്മളിൽ അധികം പേരും ദുആ ചെയ്യുന്നവരാ. പടച്ചവനെ, നമ്മുടെ ദുആയിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ദുആയൊക്കെ ഷോയാടോ, നമ്മുടെ ദുആയൊക്കെ ഇന്ന് അഭിനയമാണ്. എന്റെ സഹോദരാ, നിനക്ക് തന്നെ അറിയാം നീ ദുആ ചെയ്താ സ്വീകരിക്കില്ലെന്ന്. നിനക്ക് തന്നെ അറിയാം നീ ദുആ ചെയ്താ സ്വീകരിക്കില്ല എന്ന്. പടച്ചവനെ, അങ്ങനെ ദുആ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? പടച്ചവനെ, പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ പോലും നിനക്ക് തോന്നുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വയദുഊനനാ റഗബൻ വറഹബ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അവരുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം വന്നാലും അവർ പടച്ച റബ്ബിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യും. സഹോദരൻ, നമ്മൾ ആരാ ദുആ ചെയ്യുന്നേ? നമുക്ക് തന്നെ അറിയാം നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമില്ലെന്ന്. നമ്മളിപ്പോ നിസ്കാരം കഴിഞ്ഞ് ദുആ ഉണ്ടല്ലോ, ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന എത്ര പേരാ ചെയ്യണേ? ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ എന്റെ പൊന്നാര ചങ്ങാതി ആമീൻ പറയണ എത്ര പേരുണ്ട്? നേരെ കൈയൊന്ന് ഉയർത്തി പിടിക്കണ എത്ര പേരുണ്ട്? നമ്മൾ അവിടെ പോലും മനസ്വത കാണിക്കുന്നവരാ, നമ്മൾ അതിന് പോലും മനസ്സില്ലാത്തവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയുന്നു എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? വഅദ കേൾക്കുന്ന പെങ്ങള്, ചുമ്മാതെ മണിക്കൂറുകൾ കടന്ന് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ഒരു സാമ്പിൾ പറഞ്ഞു തരാ നിനക്ക്, ഞാനൊരു സാമ്പിൾ പറഞ്ഞു തരാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ പെങ്ങള്? പെങ്ങളെ, വർക്കല ബീച്ചിൽ പോയിട്ടുണ്ടല്ലോ. എന്തിനാ? കൊല്ലം ബീച്ചിൽ കടന്നു പോകുന്നവരാണ് നമ്മള്. ആ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോ നമുക്ക് പേടിയാ. അതിന്റെ മുമ്പിൽ പോകാൻ വല്ലാത്ത പേടിയാണ്. അകപ്പെട്ടു പോയാ മരിച്ചു പോകുമല്ലോ. അതുകൊണ്ട് കടലിന്റെ തിരമാലകൾ കാണുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത പേടിയാണ്. നിങ്ങൾ കടലിൽ പോയിട്ടുണ്ടോ സഹോദരാ? സഹോദരങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ മീൻ പിടിക്കാൻ കടലിന്റെ നടുവിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. വല്ലാത്ത പ്രയാസമാണ്. കടലിന്റെ ഉള്ളിലേക്ക് പോകും തോറും വല്ലാത്ത പ്രയാസമാ.
പടച്ചവനെ അല്ലാഹുവേ ഞാൻ അങ്ങനെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോയപ്പോ അല്ലാഹുവേ മുകളിൽ ആകാശം 4 ഭാഗത്തും വെള്ളമാണ്, കര കാണുന്നില്ലടോ, കര എവിടെയാണെന്നറിയില്ല. വല്ലാത്ത പേടിയായി അവസാനം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കര കണ്ടുപിടിക്കുന്നത്? ബോട്ട് ഓടിക്കുന്ന മനുഷ്യൻ എനിക്ക് കാണിച്ചു തന്നു, ഇങ്ങനെയാ പോകേണ്ടത്. അവസാനം ഞാൻ ചോദിച്ചു, ഇവിടെ ആഴമുണ്ടോ? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ നാട്ടിലെ തെങ്ങിന്റെ നീളത്തോളം ആഴമുണ്ട് ഉസ്താദ്. ആ കടലിൽ ഒരു മനുഷ്യൻ വീണാലോ, കരയിലല്ലടോ, ആ നടുകടലിൽ ഒരു മനുഷ്യൻ വീണാൽ എത്ര നീന്തലറിയുന്ന മനുഷ്യനാണെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി കടല് പോകട്ടെ മോനെ. ആ കടലിന്റെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്താണ് തിമിംഗലം എന്ന് പറയുന്ന മീന് ജീവിക്കുന്നത്. അത് കടലിലെ ഏറ്റവും നീളം കൂടിയ മീനാണ്. നീ കണ്ടിട്ടുണ്ടോ? ലക്ഷദ്വീപില് വഴുതിന് പോയപ്പോ അവിടെ ഒരു മ്യൂസിയം ഉണ്ടടോ. അതിനകത്ത് ചെല്ലുമ്പോ പടച്ചവനെ ഈ കെട്ടിയിരിക്കുന്ന പന്തലിന്റെ നീളമുണ്ടടോ. ഒരു മുള്ളിങ്ങനെ നീട്ടി വച്ചിരിക്കുകയാണ്. ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ് ഇതൊരു ചെറിയ തിമിംഗലത്തിന്റെ മുള്ളാണ്. സുബ്ഹാനല്ലാഹ്, അതിന് ഇത്രത്തോളം വലിപ്പമുണ്ടെങ്കിൽ വലിയ തിമിംഗലത്തെ കുറിച്ച് ചിന്തിക്കടോ. അത് കടലിലെ ഏറ്റവും വലിയ മീനാണ്, കടലിന്റെ അടിയിൽ ജീവിക്കുന്ന മീനാണ്. ആ മീനിന്റെ വയറിനകത്തെങ്ങാണം ഒരു മനുഷ്യനകപ്പെട്ടു പോയാൽ രക്ഷപ്പെടുമോ സഹോദരാ? അടാ കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്തൊരു മനുഷ്യന് പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? 1% പോലും ചാൻസ് ഇല്ലടോ. എന്നാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് നടുകടലിൽ വലിച്ചെറിയുകയാണ്. നമുക്ക് ചരിത്രം പഠിച്ചവരാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകര് കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞടോ. അതാ യൂനുസ് നബി കടലിലെ വെള്ളത്തിലേക്ക് വീഴുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. എവിടെയാ? കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വയറിനകത്ത് മനുഷ്യനായ യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടുമോ സഹോദരാ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കടോ, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കൂ. 1% ചാൻസ് ഉണ്ടോ? ഒരു ഓപ്ഷനുമില്ല, ഒരു ചാൻസുമില്ല, ഒരു വഴിയുമില്ല. എന്നാ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് ദുആ ചെയ്യുകയാ. വനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കിടന്ന സഹോദര? തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുകയാണ്. വനാദാ പടച്ചവനെ, ആ കടലിന്റെ ഇരുളിന്റെ അകത്ത് ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, അല്ലാ എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് എങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കടക്കുമായിരുന്നു. അതാ ആഴ്ചകൾ കഴിഞ്ഞു. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന്റെ അതാ ഒരു രോമത്തിന് പോലും പ്രശ്നമില്ലാത്ത രീതിയിൽ ആ മീൻ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്ന് ഛർദ്ദിച്ചു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോ ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇരിക്കുന്ന
ഓരോ ആണിനോടും ചോദിക്കുകയാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇതിനാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. എന്നാ ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്തെന്നറിയോ? നിരാശയാ സഹോദരാ. എല്ലാവർക്കും നിരാശയാണ്. പടച്ചവനെ, ഇനി ഒരു രക്ഷയുമില്ല, എല്ലാ കച്ചവടവും പോയി, എല്ലാം പ്രശ്നമാണ്. നിരാശയാടോ, നിരാശയാടോ. എല്ലാ വഴികളും അടഞ്ഞു പടച്ചവര്, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ജീവിക്കുന്നവരാ നമ്മള്. ഇല്ല സഹോദരാ, നിരാശ വൻപാപമാണ്, നിരാശ വൻപാപമാണ്. സാധാരണ തെറ്റല്ലടോ, നിരാശ വൻപാപമാണ് സഹോദരാ. നിനക്ക് വീട് തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിനക്ക് മക്കളെ തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിനക്ക് ജോലി തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ല. എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹ്, എല്ലാത്തിനും കഴിവുള്ളവനാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ്, കല്യാണം കഴിഞ്ഞ് 9 കൊല്ലമായി മക്കളില്ല. എന്തിനാ മോനെ നിരാശപ്പെടുന്നത്? എന്തിനാ നീ നിരാശപ്പെടുന്നത്? നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്, നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ ചരിത്രം അറിയുമോ? ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബില് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. ഉമ്മ പള്ളിക്ക് നേർച്ച ചെയ്തതാണ്. ഗർഭിണിയായിരുന്നപ്പോ ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് അതാ അവിടെ നിന്ന് മഹദി പറയുന്നു, എന്റെ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുക്കാ. അല്ലാഹുവേ, പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി. ഉമ്മ പറഞ്ഞ വാക്കു പാലിച്ചു. മറിയമിനെ കൊണ്ടുപോയി പള്ളിയിൽ കൊടുത്തു. അങ്ങനെ സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. പള്ളിയുടെ മിഹ്റാബിലേക്ക് ഒരു ദിവസം കടന്നു ചെല്ലുമ്പോ സക്കരിയ നബി കാണുന്ന കാഴ്ച എന്താ? മറിയം ബീബി പടം കടിച്ചു കൊണ്ടിരിക്കുകയാ. എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അവിടെ നിന്ന് പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല, സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് ഫാത്തിമ എന്ന് പറയുന്ന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി കഴിച്ചു കൊണ്ടിരിക്കുന്നത്. സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ, എവിടെ നിന്നാ മറിയമേ ഈ പഴം? എവിടെ നിന്നാണ് മറിയമേ? മറിയം ബീവിയുടെ മറുപടി എന്തെന്നറിയുമോ? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാത്ത പ്രവാചകന്, വൃദ്ധനായ പ്രവാചകന്, പടച്ചവനെ, സക്കരിയ നബിക്ക് 100 വയസ്സ് കഴിഞ്ഞടോ. 120 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രം പറയുകയാണ്. 100 വയസ്സുള്ള സക്കരിയ നബി, മക്കളില്ലാത്ത സക്കരിയ നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, പ്രായമായി റബ്ബേ, എല്ലുകളിൽ നിന്ന് മാംസങ്ങൾ വിട്ടുകഴിഞ്ഞു റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ, എനിക്കും മക്കളില്ല അല്ലാ, എനിക്കും മക്കളില്ല അല്ലാ, സാധ്യതയില്ല അല്ലാ. അതാ സക്കരിയ നബി പറയുന്നു, വകാനത് ഇംറഅതി ആകിറാ, എന്റെ ഭാര്യയുടെ അവസ്ഥയും അങ്ങനെയാ തമ്പുരാന്, അവള് പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. പെങ്ങളെ, അതാ മെൻസസ് നിലച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് 40ഉം 50ഉം വയസ്സാകുമ്പോ മെൻസസ് പോലും നിലച്ചു പോകുമല്ലോ. ആ മെൻസസ് നിലച്ചു പോയ ഒരു പെണ്ണ് പ്രസവിക്കുമോ പെങ്ങള്? സക്കരിയ നബി പറയുകയാണ്, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി റബ്ബേ, അവള് പ്രസവിക്കാത്തവളാണ് റബ്ബേ, അവളുടെ മെൻസസ് പോലും നിലച്ചു പോയി റബ്ബേ. അല്ലാ, ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ. ചാൻസ് ഇല്ല അല്ലാ, ചാൻസ് ഇല്ല അല്ലാ. പക്ഷേ
നിനക്ക് കഴിയുമല്ല, ഞങ്ങൾക്കൊരു മകനെ തരാൻ നിനക്ക് കഴിയുമല്ല. അതുകൊണ്ട് എനിക്ക് വേണം തമ്പുരാന്, എനിക്കൊരു മോനെ വേണം തമ്പുരാന്. സക്കരിയാ നബി എന്ന് പറയുന്ന പ്രവാചകന് വയസ്സാങ്കാലത്ത് പടച്ചവനോട് പറയുകയാ, എനിക്കൊരു മകനെ വേണമല്ലാ, എനിക്കൊരു മകനെ വേണമല്ലാ. അല്ലാഹു കൊടുത്തു വാപ്പാ. മക്കളില്ലാത്ത പെങ്ങള് ഡോക്ടർമാര് പലതും പറയും പൊന്നുമോള്, അവര് പലതും നിന്നോട് പറയും, നീ അകപ്പെട്ടു പോകരുത്, നീ മുസ്ലിമാണ്, നീ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാണ്, അല്ലാഹുവിനെ സർവ്വതിനും കഴിവുള്ളവളാണെന്ന് വിശ്വസിക്കുന്നവളാ. അവര് പറയുന്നത് വിശ്വസിക്കല്ലേ പൊന്നുമോള്. സക്കരിയാ നബി അല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, ഒരു സാധ്യതയുമില്ല ഞങ്ങൾക്ക് മക്കളുണ്ടാകാൻ, പക്ഷേ എനിക്ക് വേണം തമ്പുരാന്. അല്ലാഹു കൊടുത്തു വാപ്പാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം 120ഓളം വയസ്സോ പ്രായമുണ്ട് സക്കരിയാ നബിക്ക്. അപ്പൊ നിങ്ങൾ ആലോചിക്ക് സക്കരിയാ നബിയുടെ ആരോഗ്യസ്ഥിതി. സക്കരിയാ നബി തന്നെ അള്ളാഹിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന പോരായ്മ, ഇന്ന പോരായ്മ, ഇന്ന പോരായ്മ, എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല പടച്ചോനെ, എനിക്ക് പ്രായമായി പല രോഗങ്ങളുണ്ട്. എന്റെ ഭാര്യക്കാണെങ്കിൽ 99 വയസ്സുണ്ട്. ഓൾക്ക് അല്ലാഹു അവൾക്കും പല രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ട് പടച്ചവനെ, ഓള് പ്രസവിക്കാത്തവളാ. അതുകൊണ്ട് റഹ്മാനായ അല്ലാഹ് ഞങ്ങൾ രണ്ടുപേർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും നിനക്ക് കഴിയും തരാൻ. ഒരൊറ്റ ദുആ ചെയ്തു, അല്ലാഹു കൊടുത്തു യഹ്യാ നബി അലൈഹിസ്സലാമിനെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണോ നമുക്ക് വേണ്ട വിശ്വാസം. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. മക്കളുണ്ടാകാൻ വേണ്ടി കേരളത്തിന്റെ ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുമോ അവിടെ മുഴുവനും പോയി. ഏതെല്ലാം മരുന്ന് കഴിക്കാൻ പറ്റുമോ ആ മരുന്നെല്ലാം കഴിച്ചു. പക്ഷേ നീ ഇന്ന് വരെ അല്ല പറഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടോ കാക്ക? ഇരിക്കണം നിങ്ങളോട് പറയുന്നു, ഉസ്താദെ കച്ചവടമില്ല, കച്ചവടമില്ല, കച്ചവടമില്ല. അല്ല പറഞ്ഞ മരുന്ന് നീ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കച്ചവടമുണ്ടാകാൻ അള്ളാഹു മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാന്റെ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത എന്താ ഉള്ള? എല്ലാം ഖുർആനിലുണ്ട്. പക്ഷെ നീ ഖുർആൻ പഠിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ ഖുർആൻ പറഞ്ഞ മക്കൾ ഉണ്ടാകണോ? മരുന്ന് ഖുർആനിലുണ്ട്. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ ഒരിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, നാട്ടിലെങ്ങും വെള്ളമില്ല, വല്ലാത്ത ക്ഷാമം, മഴയില്ല, വല്ലാത്ത ക്ഷാമം, വല്ലാത്ത പ്രയാസം, തങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. എന്താ ചെയ്യണ്ടേ? എന്താ ഒരു വഴിയെന്താ? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് പറഞ്ഞാ മതി. മഴ വേണോ? അസ്തഗ്ഫിറുല്ലാഹ് പറ. രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വല്ലാത്ത പ്രയാസവ, കച്ചവടമൊക്കെ ആകെ ബുദ്ധിമുട്ടില്ല, വലിയ നഷ്ടം വരികയാ, സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞോ. മൂന്നാമതൊരാൾ വന്നു, കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി, തങ്ങളെ മക്കളില്ല, വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി, മക്കളില്ല, എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുത്തു അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറയാൻ. 3 പേരോട് ഒരേ മരുന്നാ പറഞ്ഞു കൊടുത്ത. ശിഷ്യന്മാര് ചോദിച്ചു, എന്റെ പൊന്നാര ഉസ്താദെ, ഇതെന്താ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ? 3 പേരോടും പറഞ്ഞത് ഒരേ മരുന്ന് തന്നെ. അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ പറഞ്ഞേ. വെള്ളമില്ലേ? മഴ വേണോ? വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹ്. കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? അസ്തഗ്ഫിറുല്ലാഹ്. മക്കള് വേണോ? അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് മക്കളില്ലാത്തവർ, കടയിൽ കച്ചവടമില്ലാത്തവർ, വെള്ളക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ എന്ന് പറഞ്ഞാൽ നഷ്ടമില്ലാത്ത കച്ചവടമാ. ആരല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയാലും അല്ലാഹു 3-4 കാര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3-4 കാര്യം. സിറാജിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയ ചിലപ്പോൾ എന്തെങ്കിലും തരും, ഇല്ലെങ്കിൽ തരൂല. അത് എൻ്റെ സ്വഭാവം. പക്ഷെ അല്ലാഹുവിന്റെ സ്വഭാവം അങ്ങനല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ആര് കൈനീട്ടിയാലും അല്ലാഹു മാന്യന, വെറുതെ വിടൂല.
അള്ളാഹു വെറും കൈയോടെ മടക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം? നിർത്താറായോ? നല്ല പച്ചക്കറിയാ. ഓണമൊക്കെ കഴിഞ്ഞപ്പോഴാ പച്ചക്കറി വരുന്നത്. പള്ളിപ്പറമ്പിലെ പച്ചക്കറി ഇല്ലേ? അൽഹംദുലില്ലാഹ്. വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറി ഇല്ലേ? ശരി. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു നിനക്ക് തരും. നീ പേടിക്കണ്ട, വെറും കൈയോടെ അല്ലാഹു മടക്കൂല. ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് ആ ചോദിച്ചത് അള്ളാഹു തരും. നീ എന്താണോ അള്ളാഹുവിനോട് ചോദിച്ചത് ആ ചോദിച്ചത് തന്നെ റബ്ബ് തരും. വീടാണോ, പണമാണോ, മക്കളാണോ, ആരോഗ്യമാണോ, ജോലിയാണോ, എന്ത് ചോദിച്ചോ അല്ലാഹു തരും. അതല്ലെങ്കിൽ നീ ചോദിച്ചത് അള്ളാഹു തരൂല. ആ ദുആ നേരെ പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും. അത് നാളെ അള്ളാന്റെ കോടതിയിൽ മസ്സറയിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ആ മാറ്റിവെച്ചതിന്റെ മഹത്വം എന്താണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നീ ചോദിച്ചതും തന്നില്ല, അള്ളാഹു മസ്സറയിലേക്ക് മാറ്റിയും വെച്ചില്ല എങ്കിൽ മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറ്, നിനക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്ത് അള്ളാഹു തട്ടിമാറ്റിക്കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിനക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്തെങ്കിലും ഒരു ഷർറെങ്കിലും ദുആ കൊണ്ട് തട്ടിമാറ്റും. അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞേ. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം ദുആ ചെയ്യാൻ കഴിയുമോ? എന്തിനാ ഉസ്താദെ എവിടെ പോയാലും ദുആ? നിസ്കരിച്ച ദുആ, മുമ്പ് ദുആ, ശേഷം ദുആ, അവിടെ ദുആ, ഇവിടെ ദുആ, കൂട്ടപ്രാർത്ഥന, അത് ഇത് എല്ലാം കുറ്റം പറയുക. എന്തിനാ ദുആ? എടാ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്യണം. ദുആ ചെയ്താൽ ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരാൾ നിത്യമായി ദുആ ചെയ്യുന്ന ആളാണെങ്കിൽ സിറാജ് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകള് അള്ളാഹടുത്ത് പോയിട്ട് പറയും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്നല്ല. അള്ളാഹുവിന്റെ അടുക്കൽ പറയും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന. കാരണം സിറാജിന്റെ ശബ്ദം മലക്കുകൾക്കറിയാം. അതാണ് നമ്മൾ എത്രത്തോളം നമ്മൾ ദുആ ചെയ്യാൻ കഴിയുമോ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന്റെ ശബ്ദം, നമ്മുടെ ശബ്ദം പോലും മലക്കുകൾക്കറിയാം. അവർ അള്ളാഹുവിനോട് പറയും, സിറാജിന്റെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്, അവൻ ഉത്തരം കൊടുക്കണേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, പണ്ടത്തെ കാലത്ത് പാമ്പായിക്ക് ഒരു പ്രയാസം വന്നാൽ കളിശാപ്പി പോത്തില്ല, കടത്തിണ്ണയെ പോത്തില്ല, കടപ്പുറത്ത് പോയിരിക്കില്ല. വാപ്പായിക്കൊരു പ്രശ്നം വന്നാൽ നേരെ പള്ളിയിൽ പോകും, 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് ദുആ ചെയ്യും, പരിഹാരം കാണും. അവര് പള്ളിയിൽ പോയിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ മക്കാമകളുടെ മുമ്പിൽ പോകും. അൽഹംദുലില്ലാഹ്, എത്രയോ ഔലിയാക്കന്മാർ, മഹാന്മാർ അവരുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് ദുആ ചെയ്യും. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ഈ മാസം. മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അവിടുത്തെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ ആളല്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം നല്ലതുപോലെ. സാധാരണ ഒരാളല്ല. തന്റെ ഉപ്പയുടെയും തന്റെ ഉമ്മയുടെയും പരമ്പര നബിതങ്ങളുടെ കുടുംബത്തിലേക്ക് ചെല്ലുന്ന വ്യക്തിയാണ്. മഹാനായ ഗൗസുൽ ആലമിന്റെ കുടുംബ പരമ്പര എടുത്തു നോക്കിയാൽ ഉമ്മാടെ പരമ്പരയും പോകും, വാപ്പയുടെ പരമ്പരയും നബിതങ്ങളുടെ കുടുംബത്തിൽ പോയി അവസാനിക്കും. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഗൗസുൽ ആലം. അള്ളാഹു അവിടത്തെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്, ആത്മാർത്ഥമായി ദുആ ചെയ്. ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് എന്തും തരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. 10 മണിയായോ? എല്ലാവരും വാച്ച് നോക്കുന്നു. 10 മണിയായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ. വാച്ചിൽ നോക്കുന്നുണ്ട്. ഉസ്താദ് 10 മണിക്ക് നിർത്താന്ന് പറഞ്ഞല്ലേ, അപ്പൊ വാച്ചിൽ നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. നിർത്താറായോ? നിർത്തട്ടെ? എന്ത് വേണം? നിർത്താറായോ?
നിങ്ങൾ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ, നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയും, ഇല്ലെങ്കിൽ ഞാൻ ഓതിയ ആയത്ത് ഇനി ഒന്നുകൂടെ ഉണ്ട്. നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഞാൻ പറയില്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? ദുആ ചെയ്യട്ടെ? പറയണോ ദുആ ചെയ്യണോ? കാരണം 10 മണി വരെ എനിക്ക് സമയമുള്ളൂ. 10 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാണ് അവസരം. എന്താ പറയണോ നിർത്തണോ? ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റും കൂടെ ഇരിക്കുക ഉസ്താദെ. ഒന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇവിടെയൊക്കെ തന്നെ കാണണം എല്ലാം കേട്ടാ. അല്ലാഹു പറയുകയാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ആ സ്വർഗത്തിന്റെ അവകാശികളുടെ മൂന്നാമത്തെ സ്വഭാവം വകാനൂലനാ ഖാശീർ. അല്ലാഹു പറയുകയാണ്, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. വകാനൂലനാ ഖാശീർ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈ സദസ്സിലിരിക്കുന്ന. ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ പറയടോ. നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല, നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല, അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. പടച്ചവനെ അല്ലാഹുവിനെ കുറിച്ച് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന, നിന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു അമുസ്ലിമായ സഹോദരൻ ചോദിക്കുന്നു, ആരാ അല്ലാഹ്? ഈ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന കാക്കാ അല്ലാഹ് ആരാണെന്നൊന്ന് പറയാൻ പറഞ്ഞ 5 മിനിറ്റേ നിനക്ക് പറയാനുള്ളൂ. നിനക്ക് പോലും അറിയില്ല അല്ലാഹ് ആരാണെന്ന്. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണേ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണേ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാ ഭയക്കുമടോ, പേടിക്കുമടോ. തെറ്റു ചെയ്യാൻ പേടിയാ, തെറ്റു ചെയ്യാൻ പേടിയാ. നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും ഒക്കെ കളയുകയാ. പിന്നെ പടച്ചവനിലേക്ക് മടങ്ങുകയാണ്. പെങ്ങളെ, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലടോ. അങ്ങനെ പേടിയുണ്ടായിരുന്നെങ്കിൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ, പടച്ചവരെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ നിസ്കരിക്കാതെ നമുക്ക് ഉത്തരം കൊടുക്കാതെ നടക്കാൻ കഴിയുമോ? പെങ്ങളെ ഔറത്ത് മറയ്ക്കാതെ നടക്കാൻ കഴിയുമോ? അഹങ്കാരികളെ പോലെ നടക്കാൻ കഴിയുമോ? എങ്ങനെയാ കള്ള് കുടിക്കാൻ പറ്റുക? വ്യഭിചരിക്കാൻ തോന്നുന്നത്, പാപം ചെയ്യാൻ തോന്നുന്നത്, കള്ളത്തരങ്ങൾ കാണിക്കാൻ തോന്നുന്നത്, ഹറാമായ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഹറാമായതുമായി ബന്ധപ്പെടരുതെന്ന്. ഹറാമായ കാര്യങ്ങൾ ചെയ്യാനെന്ന് പേടിയില്ലടോ, ഹറാമായ കാര്യങ്ങൾ ചെയ്യാനെന്ന് പേടിയില്ല. പടച്ചവനെ ഹലാലും ഹറാമും നോക്കാറില്ല. കള്ളത്തരങ്ങൾ കാണിക്കുകയാണ്, പറ്റിക്കുകയാണ്, പിടിച്ചുപറിക്കുകയാണ്. ഏത് വൃത്തികേടുകൾ ചെയ്തിട്ടാണെങ്കിലും മനുഷ്യന് പണം മതിയടോ, മനുഷ്യന് പണം മതിയടോ. അവിടെ ഹലാലും ഹറാമും നോക്കാറില്ല. ഏത് വഴിയിലൂടെയാണെങ്കിലും മനുഷ്യന് പണം മതിയടോ. അതിനെന്ത് തരം താഴ്ന്ന പണിയും നമ്മൾ ചെയ്യുമല്ലോ, ഏത് മോശമായ പ്രവർത്തനങ്ങളും നടത്തുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഹറാമ് നബി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഹറാമ് വന്നാൽ, ഹറാമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ അല്ലാഹു അവരുടെ ആയുസ് കുറച്ചു കളയുമെന്നാണ്, ആയുസ് കുറഞ്ഞു പോകുമെന്നാണ്. ഒരു ചിന്തയില്ലടോ. പടച്ചവനെ, ഈ മുസ്ലിം സമുദായമേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞ് കള്ള് കുടിക്കാൻ പാടില്ല, കള്ള് ഹറാമാണെന്ന് പറഞ്ഞപ്പോ, കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് എന്ത് ചെയ്തെന്നറിയോ? ആ കള്ളു മാത്രമല്ല കളഞ്ഞത്, ആ
കള്ള് ഒഴിച്ചു വെച്ചിരുന്ന കുപ്പി പോലും നശിപ്പിച്ച് കളഞ്ഞടോ. ഇതാണ് മുസ്ലിമിന്റെ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പറ്റിച്ചും നീ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല, വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ചിട്ട് കാര്യമില്ല. സഹോദരാ, അധ്വാനിക്കടോ, കഷ്ടപ്പെടണമടോ. നിബിതങ്ങൾ ഒരു സഹാബിയുടെ കൈ പിടിക്കുമ്പോ അധ്വാനിച്ചിരിക്കുന്ന കയ്യിൽ തഴമ്പുള്ള ഒരു സഹാബിയെ കണ്ടു. അധ്വാനിച്ചു ജോലി ചെയ്തിട്ട് കുടുംബത്തെ പോറ്റുന്ന ഒരു സഹാബിയെ കണ്ടു. പ്രവാചകൻ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തടോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നേരായ വഴിയത്തിൽ നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കൂ, അല്ലാതെ വരുന്നത് വാഴൂല.